ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കോടതിയിലേക്ക് വേദ സാക്ഷി പറയാൻ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീനി സാറ് വന്നിട്ട് പറയുന്നുണ്ട് വിക്രമിനെതിരെ സാക്ഷി പറയരുതെന്ന്. പക്ഷേ വേദ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ എന്ത് തന്നെയായാലും വിക്രമിനെതിരെ സാക്ഷി പറഞ്ഞിരിക്കും, ഞാൻ കണ്ട കാര്യം കോടതിയിൽ വിളിച്ച് പറയും എന്ന് തന്നെ പറഞ്ഞിട്ട് പോവുകയാണ്. ഇതേ സമയം വാസവനാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ പുറത്തിറക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ വാസവൻ പറയുന്നുണ്ട്, അവൻ ജയിലിൽ കിടക്കാൻ പാടില്ല, അത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്, അവൻ എനിക്ക് പുറത്ത് വേണം, എന്നാലേ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കേസൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാധയും കൂടെ വരുന്നുണ്ട് കേട്ടോ. രാധയും വേദനെ കുറ്റപ്പെടുത്താണ് വിക്രമിനെതിരെ സാക്ഷി പറയുന്നത് കൊണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ബാലൻ സാറ് വന്ന് കാണുകയാണ്. അപ്പോൾ ബാലൻ സാറും പറയുന്നുണ്ട്, മോനെ, നീ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു കാര്യം ചെയ്യണമായിരുന്നോ, മോൻ്റെ ജീവിതമല്ലേ നശിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വിക്രം പറയുന്നുണ്ട്, വെറുതെ സാറ് അവളുടെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട, നമ്മൾ അവളുടെ പേര് ഈ ഒരു കേസിൽ വരാൻ പാടില്ല ഒരു കാരണവശാലും എന്ന് പറയുകയാണ്. കാരണം അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിനെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരും. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം പുറത്ത് പറയരുതെന്ന് വിക്രം പറയുകയാണ്. അന്നേരം ബാലൻ സാറ് പറയുന്നുണ്ട്, എനിക്കൊരു ആൺകുട്ടി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഇപ്പോൾ ആ വിഷമം മാറിയെന്നൊക്കെ പറയുകയാണ്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്.